സർ ഇപ്പോൾ സവർക്കറുടെ പേരിൽ ഒരു വിവാദം വരുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ നാള് ജയിലിൽ കിടന്നത് ആരാണെന്നൊരു ചോദ്യം ചോദിച്ചത് തെറ്റായിപ്പോയി. ആ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്നു. അത് കോടതിയിൽ വരെ എത്തുന്നു. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇപ്പോ ഉള്ള തലമുറകളോടെല്ലാം പറയുന്നത് നമ്മളാണ് വലിയ രീതിയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുവഹിച്ചത് എന്നതാണ്. എന്നാൽ യാഥാർത്ഥ്യം തിരിച്ചല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമരകാലത്ത് ആക്റ്റീവായിരുന്നു എന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ഇവരുടെ ഈ നമ്പൂതിരിപ്പാട്, എം ശങ്കരൻ നമ്പൂതിരിപ്പാടും കെ ഗോപാലൻ നമ്പ്യാരും അതേപോലുള്ള കുറച്ച് പേര് എഴുതുന്ന ചരിത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചരിത്രം. മറ്റുള്ളവർ ചരിത്രം എഴുതി കഴിഞ്ഞാൽ അതിനെ അവർ ചോദ്യം ചെയ്യും. ഇപ്പോൾ മുൻ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്ന ഒരാളുണ്ടല്ലോ, കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം പറയേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാരണമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാ രൂപീകൃതമായതെന്ന് നമുക്കറിയാം. അപ്പോൾ അത് മാത്രമല്ല, അവര് രാഷ്ട്രീയ പ്രതിയോഗികളെയും പാർട്ടിയിൽ അവർക്ക് സ്വീകാര്യമല്ലാത്തവരെയും ഇല്ലായ്മ ചെയ്യുന്നതിൽ അഗ്രഗണ്യരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. അന്നും അത് ഇന്നും അത്. ഇപ്പോഴും എന്താ പറയണ, ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 51 വെട്ടോ 52 വെട്ടോ ഒറ്റയാണ് കൊടുത്തത്. ഇപ്പൊ ഞാൻ ഇപ്പോഴത്തെ രഹസ്യം എന്താന്ന് വെച്ചാൽ, ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിരുന്ന പത്മകുമാറുണ്ട്. ഇത് പത്മകുമാറിനോട് അടുത്ത വൃത്തങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, പത്മകുമാർ ആത്മകഥ എഴുതാൻ പോണു, ഇതൊക്കെ തുറന്ന് എഴുതാൻ പോവാന്ന് പറഞ്ഞപ്പോൾ പത്മകുമാറിൻ്റെ അടുത്ത് ചോദിച്ചു എത്ര വയസ്സായിരുന്നു. അപ്പോൾ പറഞ്ഞു 65 വയസ്സാണ്, 63 വയസ്സൊന്നും ആയിരുന്നു. ചന്ദ്രശേഖരൻ 52 വെട്ടുകൊണ്ടാണ് ഞങ്ങൾ ശരിപ്പെടുത്തിയത്, 65 വെട്ട് തൻ്റെ ദേഹത്ത് വേണമെന്ന് ചോദിച്ചു എന്ന് പറയുന്നു. എനിക്കറിയില്ല, ഞാൻ പത്മകുമാറുമായിട്ട് ചോദിച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും. പക്ഷെ ദിസ് ഈസ് ദ ഹിയർസേ. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിസി എന്ന് പറയുന്നത്, ഈ ജോർജ് ഓർവെൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ആനിമൽ ഫാം. വായിച്ചിട്ടുണ്ടോ? അതൊന്ന് വായിക്കേണ്ട പുസ്തകമാണ്. അതിൽ ആ പുസ്തകത്തിൽ ഒരു അനിമൽ ഫാം, എന്താ പറയുക, മൃഗങ്ങളെ വളർത്തി വിൽക്കുന്ന ഒരു ഇതിനെയാണ് ആനിമൽ ഫാം എന്ന് പറയുന്നത്. 1940-കളിലും കണ്ടിട്ട് എഴുതിയ പുസ്തകമാണ്, ബിഗിനിങ്ങിൽ എഴുതിയ പുസ്തകമാണ് 1940-കളിൽ. അപ്പോൾ അതിനകത്ത് ആ പുസ്തകത്തിൽ പറയുന്നത് ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ. എല്ലാവരും തുല്യരാണ്, പക്ഷെ ചിലർ കുറച്ച് കൂടുതൽ തുല്യരാണ്. അതുകൊണ്ടാണ് പ്രൊലറ്റേറിയൻ വിഭാഗത്തിന്, അതല്ലെങ്കിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പാർട്ടിയായ CPIM-ഉം CPI-യും അവരുടെ മക്കളെ മുഴുവൻ വിദേശത്ത് അയച്ചിട്ടാണ് വിദ്യാഭ്യാസം നേടുക. ഇപ്പം ഈ പറഞ്ഞ ഈ കുട്ടിയില്ലേ വീണ, അതുപോലെ വീണയുടെ ജ്യേഷ്ഠൻ എന്താ വിജയന്റെ മകൻ, അയാളൊക്കെ പഠിച്ചത് ബർമിംഗ്ഹാമിലേക്കാണ് പഠിച്ചത്. ഈ കുട്ടി അമൃതാനന്ദമയുടെ കോളേജിൽ നിന്നാണ് BTech പാസ്സായത്. അപ്പോൾ അവർക്ക് അതൊക്കെ ആവാം, പക്ഷെ മറ്റുള്ളവർ ഒന്നും ആവാൻ പാടില്ല. കാരണം എൻ്റെ മക്കളെ വെല്ലുവിളിക്കാനായിട്ട് ഈ പാർട്ടിക്കകത്ത് ആരും ഉയർന്നു വരാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ പോളിസി. ഇപ്പം സവർക്കറുടെ കാര്യം പറഞ്ഞാൽ, ഇവർ ഈ പറയുന്നവരിൽ നല്ലൊരു ശതമാനം പേർക്ക് സവർക്കർ ആരാണെന്ന് കൂടി അറിയില്ല. സവർക്കർ ഒരിക്കലും മറ്റ് മതവിഭാഗക്കാരെ ഉന്മൂലനം ചെയ്യണമെന്ന് ആർക്കും ആഹ്വാനം ചെയ്തിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെതായ ഒരു രാഷ്ട്രീയ തത്വശാസ്ത്രമുണ്ട്, അതനുസരിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം എന്തിനും ജയിലിൽ പോയെന്ന് ചോദിച്ചാൽ അതും അവർക്ക് അറിയില്ല. ഇപ്പൊ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത്. അതിന് പകരം ഇപ്പോൾ ആ ചോദ്യം ചോദിച്ചു, ഇപ്പോൾ മറീന പറഞ്ഞ പോലെ ആ ചോദ്യം ചോദിച്ച് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. അതുപോലെ പുതിയൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നിരിക്കുന്നു. ഞാനത് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഇന്ത്യക്കാരനല്ല, അയാൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പാകിസ്ഥാനിലോട്ട് പോയി, കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പോയി. അവിടെ അയാൾ ജയിലിൽ കിടന്നു. അതെന്തിനാന്നറിയാം? അയാൾ ഹിന്ദു ആയത് കാരണം. അങ്ങനെ ജയിലിൽ കിടന്ന ഇന്ത്യ വിഭജിച്ചപ്പോൾ പാകിസ്ഥാനും പശ്ചിമ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനുമായിട്ടാണ് വിഭജിച്ചത്. അയാൾ ബംഗാളിയായിരുന്നു, ത്രൈലോക്യനാഥ് ബാനർജി എന്നോ എന്തോ കുഞ്ഞിരാമൻ എന്നൊരു പേര് അയാളുടെ. അയാൾ പറഞ്ഞു ഞാൻ മതേതരനാണ്, ഞാൻ പാകിസ്ഥാനിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി. അവിടെ ചെന്നിട്ട് ജനാധിപത്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പിടിച്ച് ജയിലിലിട്ടു, ആ ജയിലിൽ കിടന്ന് ചത്തു. അയാളാണ് ഏറ്റവും കൂടുതൽ, അയാളുടെ പേര് ഇപ്പോഴാണ് അവർ പറയണത്, ഇതിനു മുമ്പ് ആരും പറഞ്ഞിട്ടില്ല. ഇതാണ് അവര് ചരിത്രം വളച്ചൊടിക്കുന്നതിൽ വളരെ അഗ്രഗണ്യരാണ് അവർ. ഇപ്പോൾ നമ്മുടെ പുന്നപ്ര വയലാർ സമരം സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അത് 1946-ലോ മറ്റാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. ഇവര് പുന്നപ്ര വയലാർ സമരം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇന്ത്യക്ക് അധികാരം കൈമാറുന്നതിനുള്ള അഗ്രിമെന്റിൽ ആയിക്കഴിഞ്ഞിരുന്നു. പിന്നെ ഇവരെന്ത് സ്വാതന്ത്ര്യ സമരം നടത്താൻ?
ആ പുന്നപ്ര വയലാർ സമരം ഒരു തൊഴിലാളി അങ്ങനെ ഒരു എന്താ പറയുന്നത് സ്വാതന്ത്ര്യ സമരം അല്ല എന്നും ഏതോ കമ്പനിയുടെ മാനേജ്മെൻറ്റുകൾ തമ്മിലുള്ള വൈരാഗ്യം കുടിപ്പക തീർക്കാൻ ഉപയോഗിച്ചൊരു വേദിയായിട്ടാണെന്നും കണ്ടെത്തി നമ്മുടെ മംഗളം പത്രമുണ്ട്. മംഗളം പത്രത്തിൻ്റെ സൺഡേ എഡീഷനിൽ അതിനെക്കുറിച്ചൊരു ഒരു വലിയ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വന്നിരുന്നു. അന്ന് ജീവിച്ചിരുന്ന 2 പുന്നപ്ര വയലാർ സമര സേനാനികളുമായിട്ടുള്ള അഭിമുഖം നടത്തിയിട്ട് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മളത് അന്നൊന്നും ഇവർ മിണ്ടിയില്ല. ഈ ലേഖനത്തെ പറ്റി അവരാരും പരാമർശിച്ചിട്ടില്ല. കാരണം തൊട്ടാ ഷോക്ക് അടിക്കുന്നവർക്ക് മനസ്സിലായി. അവർ മിണ്ടിയില്ല. അവർ ഇതാണ് അവരുടെ പോളിസി. ഈ ഇവരുടെ കാര്യം സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. പണ്ട് ഓർമ്മയുണ്ടോ? അതെ, ആ രാജ്യത്തെ പറ്റിയിട്ടൊരു ഞാൻ 1-2 തവണ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. അന്ന് ബ്രഷ്നേവ് സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അയാൾ ഒരു ദിവസം രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ക്രെംലിൻ എന്ന് പറയും അവരുടെ അധികാരം ഇരിക്കും. നമ്മുടെ രാജ്ഭവൻ, രാഷ്ട്രപതി ഭവനും പാർലമെന്റ്, ലോക കല്യാൺ മാർഗമൊക്കെ ഉള്ളതുപോലെ ക്രെംലിൻ ഉണ്ട്. പ്രധാനമന്ത്രിയുടെ അല്ലെ പ്രസിഡന്റിന്റെ ഓഫീസ് കം റെസിഡൻഷ്യൽ കോംപ്ലക്സ്. അതിന് മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഈ ബ്രഷ്നേവില്ല, ഇവൻ വെറും വിഡ്ഢിയാണ്, ഇവൻ തലയ്ക്ക് യാതൊരു ബോധമല്ല, വെറും വിഡ്ഢിയാണ്, പൊട്ടനാണ്, ഇവൻ ഒരു ബോധമില്ല, അവൻ്റെ തലയ്ക്കകത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് കള്ളുകൂടിയൻ ഭയങ്കരമായിട്ട് ഒച്ചയിൽ വിളിച്ചു പറഞ്ഞു. അവനെ അടുത്ത നിമിഷം സോവിയറ്റ് സെക്യൂരിറ്റിക്കാർ പൊക്കിക്കൊണ്ടുപോയി. കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു സ്റ്റേറ്റ് സീക്രറ്റ് വെളിപ്പെടുത്തി. ഇത് എന്താണ്, ഇതുവരെ സോവിയറ്റ് ഗവൺമെന്റ് അടച്ചു വെച്ചിരുന്ന സ്റ്റേറ്റ് സീക്രറ്റ് അയാൾ വെളിപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതേപോലെ ബ്രഷ്നേവിനെ കുറിച്ച് വേറൊരു ഇതുണ്ട്. ബ്രഷ്നേവ് സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റൊക്കെയായി, പാർട്ടി സെക്രട്ടറി, സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റ്, സർവാധികാരിയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അയാൾക്ക് തോന്നി അയാളുടെ അമ്മയെ കൊണ്ടുവന്ന് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ അയാളുടെ അമ്മ സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത്. അവിടേക്ക് പ്രത്യേക വിമാനം അയച്ച് അയാൾ അവരെ കൊണ്ടുവന്നു. അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇതാണ് എൻ്റെ ഓഫീസ്. ഭയങ്കര ഓഫീസല്ലേ, ആലോചിക്കാവുന്നേ ഉള്ളൂ. സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റിന്റെ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോസിങ് സ്ട്രക്ചർ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഫർണിച്ചേഴ്സ്, അത് ഇത് അത്യന്താധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ സ്ത്രീ എല്ലാം നോക്കി തലകുലുക്കി, ജസ്റ്റ് ശരി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണാനില്ല. ഉടനെ തന്നെ ബ്രഷ്നേവ് എന്ത് ചെയ്തു, അവരെ ഹെലികോപ്റ്റർ കയറ്റി ബ്രഷ്നേവ് അവരും കൂടി ഈ മോസ്കോ നഗര പ്രാന്തത്തിൽ അയാൾ താമസിക്കുന്ന ബംഗ്ലാവിലേക്ക്, ഓഫീസ് ബംഗ്ലാവിലേക്ക് പോയി. അമ്മ ഇതാണ് എൻ്റെ ബംഗ്ലാവ്, എനിക്ക് ഗവൺമെൻറ്, ഞാൻ ഈ ബംഗ്ലാവിലാണ് താമസിക്കുന്നത്. ഭയങ്കര പലേഷ്യ ബിൽഡിംഗ്, നോ ഒപ്പുലൻസ് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ഒപ്പുലൻസും അവരെ കൊണ്ട് കാണിച്ചു. ഇതെല്ലാം കണ്ട് അവർ വീടൊക്കെ ചുറ്റി കിടന്നുകൊണ്ട് അവരുടെ മനസ്സിൽ മുഖത്തൊരു വികാരമില്ല. ദെൻ ബ്രഷ്നേവ് എന്ത് ചെയ്തു, അവരെ ഹെലികോപ്റ്റർ കയറ്റി വീണ്ടും എന്താ പറയുക, അയാളുടെ ഈ സോവിയറ്റ് ഇതുണ്ട് ഡാച്ച എന്ന് പറയും എന്നാണ് പറഞ്ഞത്, DACH, ഡാച്ചയിൽ കൊണ്ട്. അതുകൊണ്ട് 100-500 ഏക്കർ സ്ഥലമുണ്ട്. അത് മുഴുവൻ അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവിടെ വേറെ ആർക്കും പ്രവേശനമില്ല. ഇയാളുടെ ഫാമിലി മെമ്പേഴ്സിന് മാത്രമേ പ്രവേശനമുള്ളൂ. അവിടെ കൊണ്ടുപോയിട്ട് ഈ വീടും ഈ ഇതൊക്കെ കാണിച്ചു കൊടുത്തു. 600 ഏക്കറൊന്നും അല്ല കേട്ടോ, 1000 ഏക്കർ കൂടുതൽ സ്ഥലം ഉണ്ടാവും. എല്ലാം കാണിച്ചു കൊടുത്തു. അമ്മ ഒന്നും മിണ്ടണില്ല. അമ്മയ്ക്ക് എന്താ ഒട്ടും സന്തോഷമായല്ലേ? അപ്പം പറഞ്ഞു സന്തോഷമായി, പക്ഷെ ബ്രഷ്നേവ് ലിയനിദ് കമ്മ്യൂണിസ്റ്റുകാർ വന്നാൽ പിന്നെ നീ എന്ത് ചെയ്യും എന്നാ ചോദിച്ചത്. എല്ലാം അല്ല, അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണെന്നാണ് പറയണത്. എന്നിട്ട് ഇയാൾ ഇത്രയും ഒപ്പുലൻസിലാണ് ഇയാൾ ജീവിക്കുന്നത്. അപ്പൊ ഇതാണ് ബ്രഷ്നേവിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. ബ്രഷ്നേവിന് പകരം നമുക്ക് പിണറായി വിജയനുണ്ട്, അതല്ലെങ്കിൽ ഗോർബച്ചേവ് അല്ല, മറ്റേ നികിത ക്രുഷ്ചേവിന് വരെ MA ബേബി ഉണ്ട്. പിന്നെ വിദൂഷകനായിട്ട് ജോൺ ബ്രിട്ടാസും അതുപോലെ തോമസ് ഐസക്കൊക്കെ ഉണ്ട്. ഇവരൊക്കെ എക്കണോമിസ്റ്റുകളും പിന്നെ തത്വചിന്തകന്മാരും ഐഡിയോളജിസ്റ്റുകളും എല്ലാവരും PhD ആണ്. ഇപ്പൊ എന്ത് പറ്റിയാന്ന് വെച്ചാല് കേരളത്തിൽ നിന്ന് PhD ഡിഗ്രിയും കൊണ്ട് ആരെങ്കിലും ചെന്നാൽ അവർ ആദ്യം കമ്പയർ ചെയ്യും, ഇത് ബ്രിട്ടാസിന്റെ PhD ആണോ അത് തോമസ് ഐസക്കിന്റെ PhD ആണോ എന്ന് ചോദിക്കും. അതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇവര് 2ാം ലോക മഹായുദ്ധത്തില് ഇവര് ആദ്യം ഹിറ്റ്ലർക്ക് എതിരായി ബ്രിട്ടീഷുകാർക്ക് എതിരായിരുന്നവര് ഓവർനൈറ്റ് ഹിറ്റ്ലറെ ശത്രുവായി പ്രഖ്യാപിച്ച് ബ്രിട്ടീഷുകാർക്കൊപ്പമായി. അതെങ്ങനെ? കാരണമുണ്ട്. സോവിയറ്റ് യൂണിയൻ ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ തുടങ്ങി.
അവിടെ എന്ത് പറയണോ അത് ഏറ്റു പറയുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പണ്ട് നമ്മുടെ മുഹമ്മദ് കോയ പറഞ്ഞൊരു മുസ്ലിം ലീഗ് നേതാവ് ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ ഒരു മാസം മുഖ്യമന്ത്രിയായിരുന്നു, പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെയായിരുന്നു മുഹമ്മദ് കോയ. മുഹമ്മദ് കോയ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയും, മോസ്കോയിൽ മഴ പെയ്താൽ തിരുവനന്തപുരത്ത് കുട നിവർത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരാ എന്ന് പറയും. അപ്പൊ ഇതുപോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സത്യം എന്ന് പറഞ്ഞ ഒന്നുമില്ല. അതുപോലെ അവർക്ക് തോന്നുന്ന രീതിയിൽ ചരിത്രം വളച്ചൊടിക്കാം. അവർക്ക് അതുപോലെ ചില ഹിസ്റ്റോറിയൻസിനെ അവർക്ക് ഇഷ്ടമല്ല. പ്രൊഫസർ ശ്രീധരൻ മേനോൻ എന്ന് പറഞ്ഞൊരു വലിയ ഹിസ്റ്റോറിയൻ ഉണ്ടായിരുന്നു കേരളത്തിൽ. കേരളത്തിൻ്റെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രമൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്യാൻ നേരത്ത് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് EMS നമ്പൂതിരിപ്പാട് എന്താ പറയണ കണ്ട് ഒപ്പിട്ടിട്ട് അലൗ ചെയ്ത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീധരൻ മേനോൻ PhD ഒക്കെ എടുത്തിരിക്കുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് EMS നമ്പൂതിരിപ്പാടിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വരട്ടെ. EMS നമ്പൂതിരിപ്പാടിൻ്റെ യോഗ്യത എന്താ? പഴയ 10ാം ക്ലാസ്സും ഗുസ്തിയാണ്. എന്നിട്ട് കുറച്ച് വിക്കി എന്തെങ്കിലും പറയും, ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങൾ സമ്മതിക്കുമോ അവർ? അദ്ദേഹം പറഞ്ഞു പോയി പടി നോക്കാൻ പറഞ്ഞു. ഗെറ്റ് ലോസ്റ്റ്, ഐ വിൽ പബ്ലിഷ് ദിസ് ബുക്ക്. അങ്ങനെയാണ് അദ്ദേഹം ആ പുസ്തകം എഴുതിയത്. ഇവരെപ്പോഴും ഇവർക്കറിയാം ഇവർ ചരിത്രത്തിൽ ഇവർ ശരിയായിരുന്നില്ല, ഇവരുടെ പല നിലപാടുകളും ജനങ്ങൾക്ക് ഗുണമുള്ള രീതിയിലായിരുന്നില്ല എന്നറിയുമെങ്കിൽ പോലും ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ തലമുറയിലെ ആൾക്കാർ പോലും ഇവരെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്നു. അതെന്താണെന്നറിയില്ലേ, ദ വേ ഇൻ വിച്ച് ദേ കമ്മ്യൂണിക്കേറ്റ്. ഉദാഹരണത്തിന് ഒരു മുൻ വ്യവസായ മന്ത്രി ഉണ്ടല്ലേ രാജീവ് സംസാരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? എന്താണ്ട് കോൺസ്റ്റിപ്പേറ്റഡ് കോക്രോച്ച് സംസാരിക്കുന്ന പോലെയാ സംസാരിക്കുന്നത്. അയാൾ ബലമൊക്കെ പിടിച്ച് അയാൾ ക്യൂബയിൽ പോയിട്ടുണ്ട് പോലെ. ക്യൂബയിൽ പോയി ഫിഡൽ കാസ്ട്രോനെ കണ്ടിട്ടുണ്ട് പോലെ. എവിടെ 500 മീറ്റർ ദൂരം നിന്ന് 1 കിലോമീറ്റർ ദൂരം എങ്ങാണ്ട് ഫിഡൽ കാസ്ട്രോ എന്നപ്പോൾ അത് കണ്ടിട്ടുണ്ടെന്നാ പറയുന്നത്. അത് നമ്മൾ വിശ്വസിക്കാനായിട്ട് നമ്മുടെ സന്ദേശം സിനിമയിൽ കുമാരപിള്ളയല്ലേ, ശങ്കരാടി അവതരിപ്പിക്കുന്ന കുമാരപിള്ള എന്ന് പറഞ്ഞ ക്യാരക്ടർ, മറ്റെന്താ വിഘടനവാദികളും പ്രതിക്രിയാവാദികളും തമ്മിലുള്ള അന്തർധാര, ഇത് തന്നെയാണ് ഇവർ പറയണത്. ഇവർക്ക് മാറാൻ പറ്റൂല. ഇവർക്ക് ഒരിക്കലും അനിമൽ ഫാമില് ആ പുസ്തകം മെറീനൊന്ന് വായിക്കണം. അനിമൽ ഫാമില് പറഞ്ഞിട്ടുള്ളതിനനുസരിച്ചിട്ടല്ലാണ്ട് അവർക്കൊരു ചരിത്രമില്ല. അവർക്ക് ആ സ്ക്രിപ്റ്റിനനുസരിച്ച് അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനപ്പുറത്ത് അവർക്ക് ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ലോകത്ത് മുഴുവൻ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒന്നിനൊന്ന് വിഘടിച്ച് CPI, CPIM, CPIML, CPIMA, CPICM, പിന്നെ MCP, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്തുകൊണ്ടാണ് വരുന്നത്? അവർക്ക് തന്നെ നിശ്ചയമില്ല എന്ത് ഐഡിയോളജിയാണ് ഫോളോ ചെയ്യേണ്ടത്. ഇപ്പൊ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത അറിയില്ലേ? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസം എന്നുള്ള സംഗതിയേ ഇല്ല. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ പാർട്ടി. ബൈ ഫോർ നെയിം സേക്ക് യു ഹാവ് കമ്മ്യൂണിസം. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള മുഴുവൻ മുതലാളിമാരാ ഭരിക്കണം. ഇപ്പോഴത്തെ പ്രസിഡന്റ് ഷീ അയാൾ കോടീശ്വരനാണ്, അയാൾ വലിയ വ്യവസായിയും ബിസിനസ്സുകാരനാണ് അയാൾ. അവര് ഡെങ് സിയാവോപിങ് എന്ന് പറഞ്ഞ ഇയാളുടെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അയാൾ ഇക്കണോമിക് മുഴുവൻ ലിബറേറ്റ് ചെയ്തു. അന്ന് അയാളോട് ചോദിച്ചപ്പോൾ കമ്മ്യൂണിസത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി അറിയില്ലേ? അതായത് പൂച്ച ഇപ്പൊ കറുത്തതായാലും വേണ്ട, വെളുത്തതായാലും കുഴപ്പമില്ല, എലിയെ പിടിച്ചു വെച്ചാൽ മതി, എനിക്ക് അത്രേ ആഗ്രഹമുള്ളൂ. കമ്മ്യൂണിസം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ലോകത്തുള്ള പല രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതെ. പിന്നെ വേറൊന്നുണ്ട്, ഞാൻ ഒരു കാര്യം പറയാം. ഇവർ ഒരിക്കലും ഈ BJP അല്ലെങ്കിൽ RSS നേതാക്കളായിട്ട് സംവാദത്തിന് വരില്ല. ഇവർക്ക് ഭയമാണ്. കാരണം ഈ ജയ്പൂർ ഡയലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ജയ്പൂർ. അപ്പൊ ഇവരെ ഈ അന്നത്തെ പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. ഈ സീതാറാം യെച്ചൂരിനെയും MA ബേബിനെയും ലിറ്റററി ഫെസ്റ്റിവലിലേക്ക് ഒരു സംവാദത്തിന് ക്ഷണിച്ചു. അവരുമായിട്ട് സംവദിക്കാൻ പോകുന്നത് RSSന്റെ സഹകാര്യവാഹ് ദത്താത്രേയ ഹൊസ്ബോളെ. ഇത് അറിഞ്ഞുകൂടി അവർ സ്ഥലം വിട്ടു. ഞങ്ങൾ RSSകാരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. ബഹിഷ്കരിക്കുക, ഇതാ ഞങ്ങളുടെ നിലപാട്. അതെ, പേടിയാ. ചെന്നിരുന്ന് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയാ അവർക്ക്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് ഇപ്പോഴും കമ്മ്യൂണിസം വലിയ എന്തോ സംഭവമാണ്, കമ്മ്യൂണിസം ഇനിയും ഇന്ത്യയിൽ വരും, ഇതുവരെ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യ ഭരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം ക്യൂബ കമ്മ്യൂണിസം കൊണ്ട് ഭയങ്കരമായിട്ട് പൂത്തൊലഞ്ഞ് നിൽക്കുമായിരുന്നു ഇവിടുത്തെ CPMകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം മരുന്നും കൊണ്ട് ക്യൂബയ്ക്ക് പോകുന്നത് കണ്ട്. യഥാർത്ഥത്തിൽ ക്യൂബയുടെ അവസ്ഥ എന്താ? കമ്മ്യൂണിസം എന്താക്കിയവര്? മരുന്നും കൊണ്ട് ക്യൂബയ്ക്ക് പോകേണ്ടത് പോട്ടെ, ക്യൂബയിലേക്ക് ഒരു പിടി അരി കൊടുത്തിരുന്നു MA ബേബി അയാളുടെ നേതൃത്വത്തിൽ. ക്യൂബയ്ക്ക് ഒരു പിടി അരി എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ഭക്ഷ്യക്ഷാമം ഉണ്ടായി കഴിഞ്ഞപ്പോൾ. ഇപ്പം ഇതിനെപ്പറ്റി റൊണാൾഡ് റീഗൻ ഒരിക്കൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് റൊണാൾഡ് റീഗൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിട്ടും. അപ്പം അതിനകത്ത് അദ്ദേഹം പറയാം, ഫിഡൽ കാസ്ട്രോ പ്രസംഗിക്കുകയാണ്, ഭയങ്കര ജനാരമായ
പതിനായിരക്കണക്കിന് ആൾക്കാരാണ് അയാളുടെ പ്രസംഗം കേൾക്കാൻ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ കമ്മ്യൂണിസത്തിൻ്റെ ഇതിനെപ്പറ്റി, അഡ്വാൻറ്റേജിനെ പറ്റിയും ക്യൂബ എന്ന രാജ്യത്തിൻ്റെ മഹത്വത്തെ പറ്റി ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഒരാൾ നമ്മുടെ നിന്നുകൊണ്ട് മറ്റേ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, ബിസ്ക്കറ്റ്സ്, പിന്നെ എന്താ പറയുക, അവർ വിൽക്കുന്ന സാധനം ഉണ്ടല്ലോ, കഴിക്കുന്ന സാധനം ഉണ്ടല്ലോ, ബിസ്ക്കറ്റ്സ്, ലേസ്, ബർഗേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കേൾക്കണ ഒച്ചയിലാണ് പറയുന്നത്, എന്നിട്ട് അയാൾ കേട്ടില്ല. പിന്നെയും അയാൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇയാൾ പഠിച്ചു, ബിസ്ക്കറ്റ്സ്, പിന്നെ ബർഗേഴ്സ് ആൻഡ് ഹോട്ട് ഡോഗ്സ് എന്ന് പറഞ്ഞു. ഇയാൾ അതും ശ്രദ്ധിച്ചില്ല. ഇതൊരു 3-4 തവണ ബിസ്ക്കറ്റ്സ്, ഹോട്ട് ഡോഗ്സ്, പൊട്ടറ്റോ ചിപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. ഫിഡൽ കാസ്ട്രോ ആണ്. അയാൾ പറഞ്ഞു, നെക്സ്റ്റ് ടൈം ഹി ഈസ് ഗോയിങ് ടു ടെൽ ദാറ്റ് ഐ വിൽ ഗിവ് ഹിം എ കിക്ക്. ഞാൻ അവനൊരു തൊഴി വെച്ച് കൊടുക്കുക, ആ തൊഴിയുടെ ശക്തിയിൽ അവൻ മിയാമി ബീച്ചിൽ പോയി വീഴുന്നു പറഞ്ഞു. ഉടനെ തന്നെ ബാക്കി ആളുടെ പ്രസംഗം തുടങ്ങി. എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് ബട്ടർ സ്കോച്ച്, ചോക്ലേറ്റ്സ്, അങ്ങനെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അതാണ് കമ്മ്യൂണിസവും ക്യൂബയും. അപ്പൊ ഈ ക്യൂബേനൊക്കെ പറ്റി ഇവര് പറയില്ലേ, അവിടെ മധുര മനോഹര ചൈന എന്നൊക്കെ പറയണത് പോലെ ടിയാനൻമെൻ സ്ക്വയറിൽ എത്ര പേരെ കൊന്നു അറിയില്ലേ, എത്ര പേരെ കൊന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, പോൾ പോട്ട് എത്ര പേരെ വെടിവെച്ചു കൊന്നു അറിയില്ലേ, കമ്പൂച്ചിയല്ല. കണ്ണാടി വെക്കുന്നെന്നും പറഞ്ഞു. കണ്ണാടി വെച്ച് കിട്ടുന്ന ബുദ്ധിജീവിയാ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ. ഏത് കാട്രാക്ട് പിടിച്ചു കഴിഞ്ഞാലും ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ ആരും കണ്ണാടി വെക്കില്ലായിരുന്നു, അയാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അതല്ലേ നമ്മുടെ സിനിമാ കഥ, ക്യൂബ മുകുന്ദൻ, അല്ലെങ്കിൽ പെക്കിംഗ് പ്രഭാകരൻ, ബെയ്ജിംഗ് ബാലകൃഷ്ണൻ, ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ. ഇവരുടെയൊക്കെ വിചാരം അവിടെ ഭയങ്കര സ്വർഗ്ഗമാണെന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിട്ടെ, ഞാൻ മദ്രാസിലായിരുന്നു, കുറേ നാൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ജെമിനിയസ് സർക്കിളിൽ ആണ് അമേരിക്കൻ കോൺസുലേറ്റ്. അപ്പം അമേരിക്കൻ കോൺസുലേറ്റിൻ്റെ വിസ കിട്ടാനായിട്ട് ആൾക്കാർ അവിടെ തലേ ദിവസം രാത്രി, ഇപ്പം നാളെയാണ് വിസ ഇൻ്റർവ്യൂ എന്ന് വെച്ചോളൂ, നാളെ രാവിലെ 10 മണിക്കാണ്, ഇന്ന് രാത്രി തന്നെ പോയിട്ട് ബുക്ക് ചെയ്യണം, ആ ക്യൂവിൽ നിൽക്കണം. അപ്പം അതേപോലെ തിരക്കാണ്. അതേസമയം ഈ മറീന റോഡിനകത്ത്, വി ഹാവ് എ മറീന റോഡ്, നോട്ട് ആഫ്റ്റർ യു, ബട്ട് മറീന ബീച്ച്. ആ മറീന ബീച്ചിൽ ഇവരുടെ സോവിയറ്റ് യൂണിയന്റെ ഒരു കോൺസുലേറ്റ് ജനറൽ, ഒരു മനുഷ്യൻ പോലും പോയിട്ടില്ല അവിടെ, ഒരു മനുഷ്യൻ പോലും പോയിട്ടില്ല. ആൻഡ് യു നോ ദേ ഹാഡ് എ പ്രസ് മീറ്റ് വൺ ഡേ. അപ്പം ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവർ ഈ സ്കോച്ച് കൊണ്ടുവന്ന് തന്നു കുടിക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ സ്കോച്ച് തരിക, നിങ്ങൾ വോഡ്കയല്ലേ തരണ്ട്? ഇല്ല, ഇവിടെ വോഡ്ക ഇല്ല, സാമ്പത്തികമായിട്ട് റഷ്യ ഇപ്പോൾ ഒരു വല്ലാത്ത ഇതിലാണ്, അതുകൊണ്ട് ബജറ്റ് എല്ലാം കട്ട്, ഞങ്ങൾ റഷ്യൻ വോഡ്ക ഇപ്പോൾ ഇറക്കുമതി ചെയ്യണില്ല എന്നാണ് പറയുന്നത്. ദിസ് ഇസ് ദ സിറ്റുവേഷൻ. ഇതാണ് റിയൽ. അവിടെ ഒരു മനുഷ്യനും പോവില്ല. റഷ്യയിലേക്ക്, ചൈനയിലേക്ക് എത്ര പേര് പോകുന്നുണ്ട്? ഒരു മനുഷ്യൻ പോകാൻ കണ്ടിട്ടുണ്ടോ? ക്യൂബയിലേക്ക് എത്ര പേര് പോയിട്ടുണ്ട്? പിന്നെ ആയിക്കൂടി ഞാൻ കണ്ടേക്ക് 1975 സോവിയറ്റ് അമേരിക്ക വിയറ്റ്നാമിൽ നിന്ന് തോറ്റു. പട്ടാളത്തിന് മുഴുവൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഏതോ റിക്രൂട്ടിംഗ് ഏജന്റുമാർ കുറച്ച് പരസ്യം നടത്തി, വിയറ്റ്നാമിലേക്ക് യുവാക്കളെ തേടുന്നു. അവിടുത്തെ പുരുഷന്മാരൊക്കെ ചത്തുപോയി, അവിടെ യുവാക്കൾ ആരുമില്ല. എല്ലാവരും ആളൊന്നൊക്കെ 15,000 രൂപ 20,000 രൂപ എടുത്ത് പോകാനായിട്ട് പേര് രജിസ്റ്റർ ചെയ്തു. ആ പൈസ പോയി കിട്ടി. അങ്ങനെ പോയി. അപ്പൊ അതാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ. ചൈനയിലേക്ക് ഇപ്പോഴാണ്, അതായത് കമ്മ്യൂണിസം വേണ്ടാന്ന് വെച്ച് അവർ കുറച്ച് ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ ചൈനയിലേക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അതെ, അവിടെ ജോലിക്ക് വേണ്ടിട്ടോ ഒന്നും പോയില്ല. ഇപ്പൊ പക്ഷെ MBBS പഠിക്കാനായിട്ട് ഇവിടുന്ന് കുറെ കുട്ടികൾ പോണ്ട് ചൈനീസ്. കമ്മ്യൂണിസം, ദാറ്റ് ഈസ് ഇറ്റ്, ഇറ്റ്സ് ഗോൺ. ഔട്ട്ഡേറ്റഡ് ഇക്കണോമിക് ഐഡിയോളജിയാണ്, ഔട്ട്ഡേറ്റഡ് ഐഡിയോളജിയാണ്. കാലക്രമേണ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസം മിക്കവാറും ഒരു മ്യൂസിയം പീസായിട്ട് മാറും. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.